നമസ്കാരം. TGS മീഡിയ ഹൗസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഹൈ ഫിഡിലിറ്റി സർവീസസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീമാൻ രാജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. എത്ര വർഷമായി അങ്ങ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട്? ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയത് 15 വർഷമായി. അതിന് മുമ്പ് ബാംഗ്ലൂരായിരുന്നു, സെയിം ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്നിട്ട് 2000 മുതൽ ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇൻവോൾവഡ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പ്രൊപ്പറേറ്ററി ഫേമായിട്ട് ഞാൻ 2012 തൊട്ടിട്ടാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ എത്ര ജീവനക്കാരുണ്ട് നമുക്ക്? ഇപ്പോൾ അറൗണ്ട് 1000 എംപ്ലോയീസോളം വർക്ക് ചെയ്യുന്നുണ്ട് പല മേഖലകളിലായിട്ട്. ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ഫെസിലിറ്റി സർവീസാണ്. ഫെസിലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, സപ്പോർട്ടിംഗ് സർവീസ്, സെക്യൂരിറ്റി ഗാർഡിങ് ഇതെല്ലാം വരുന്നുണ്ട്. ഇത് കൂടാണ്ടാണ് സാർ ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ സംഭവം, അത് ഡീപ്പ് ക്ലീനിങ് സർവീസ് എന്ന് പറയും. ഹൈജീൻ, എല്ലാ വീട്, ഫ്ലാറ്റ്, ബിൽഡിങ്ങുകൾ എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് ക്ലീനിങ് ടീം, മൊബൈൽ വാൻ ടീം എക്യുപ്ഡ് ആയിട്ട് പുതിയ മെഷീനറി എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു സംഭവം ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. ബ്രാഞ്ചസ് എറണാകുളം ഉണ്ട്, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്. ഓക്കെ. ഈ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടു 25 നിലയൊക്കെ ഉള്ള കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, ഗ്ലാസ് കവർ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾ, അതിന്റെ ഏറ്റവും ഉയരത്തൊക്കെ നിന്ന് ഈ ക്ലീനിങ് മേഖലകൾ ചെയ്യുമ്പം ഈ ജീവനക്കാർക്കൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഇൻഷുറൻസ്, അതുപോലെ ESI അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ട്രെയിൻഡാണ് അവർ. പിന്നെ ഒരിക്കലും അതൊരു അപകടം പറ്റാത്ത രീതിയിലുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ അതാത് ജില്ലകളിൽ നമ്മുടെ ജീവനക്കാരെ റെഡിയാക്കി നിർത്തി ഇപ്പം ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് എല്ലാ സ്ഥലത്തും ഈ ടീമുണ്ട്. ഇവരെ മോണിറ്റർ ചെയ്യാനും ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സും വെഹിക്കിൾസും നമുക്കുണ്ട്, അവൈലബിൾ ആണ്. ഒപ്പം തന്നെ വലിയ ഏരിയകളാണെങ്കിൽ അത് നോക്കാനായിട്ട് ഇപ്പോൾ എറണാകുളം ടു ട്രിവാൻഡ്രം നോക്കാനായിട്ടുള്ളൊരു മാനേജർ അവിടെ ഉണ്ടാവും. അതുപോലെ കാലിക്കറ്റ് ഏരിയ ആണെങ്കിൽ കാലിക്കറ്റ്, കണ്ണൂർ വരെ നോക്കാനായിട്ടൊരു മാനേജർ ഉണ്ടാവും. ഇതെല്ലാം മോണിറ്ററിങ് ചെയ്യുന്നതും ഇതിനെല്ലാം ചെയ്യുന്നതും നമ്മൾ ഹെഡ് ഓഫീസ് തൃശ്ശൂരിലാണ്. ഇത്തരം ക്ലീനിങ് ജോലികൾ നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും ഇത് ചെയ്തു കൊണ്ടുപോകാൻ. അത് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്? ഇതിപ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയും. അതായത് ഓരോ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഓഫീസ്, ഫാക്ടറി, കാർ ഷോറൂംസ്, അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ റെഗുലറായിട്ട് മോർണിംഗ് ടു ഈവനിങ്, ഹോസ്പിറ്റലാണെങ്കിൽ 24 hours ഈ രീതിയിൽ സ്റ്റാഫുകളെ ഡിപ്ലോയ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളുണ്ട്. അവിടുത്തെ ചലഞ്ചസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും സ്ഥിരമായിട്ടുള്ള സ്റ്റാഫുകളെ കിട്ടാനുള്ളൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചലഞ്ചസാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ് സൈഡ് ഉണ്ട്. അപ്പോൾ ഇത് ചലഞ്ചസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ് ഭാഗത്തുനിന്ന് നല്ലൊരു വേതനം കൊടുക്കാനുള്ളത് കിട്ടാനായിട്ട് കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുള്ളത് കാരണം ക്വാളിറ്റി നോക്കുന്നില്ല ക്ലയൻസ്. അപ്പോൾ അവർക്ക് ലാഭം എവിടെയാണോ ഏറ്റവും ലോ ബഡ്ജറ്റിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹൈജീനിക് അല്ലെങ്കിൽ ഇത്രയും നീറ്റായിട്ട് ആ ഒരു സ്ഥാപനം ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% ക്ലിയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടുന്ന പേയ്മെന്റുകൾ കറക്റ്റ് സമയത്ത് കിട്ടാതാകുമ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കറക്റ്റ് ടൈമിന് അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും. ഇപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് നമ്മളെ സ്വന്തം ഫാമിലി പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാ ജീവനക്കാരും. അപ്പോൾ അവർക്ക് കൂടുതൽ വേതനം കിട്ടണം, അവരുടെ വർക്കുകൾ സുഗമമായിട്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ക്ലയൻറ്റ്, എല്ലാവരും അല്ല, ഒരു 90% ക്ലയൻസിൻ്റെ കാര്യം പറയുന്നത്, 10% ഉള്ളൂ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരുന്ന ആൾക്കാർ. അപ്പോൾ ഈ 90% നമ്മൾ ഇവർക്ക് വേതനം കൂട്ടി കൊടുക്കാനും ഇവരുടെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഒരുപാട് പ്രാവശ്യം നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 10 വട്ടം നടന്നാൽ അവർക്ക് 1000 രൂപ കൂട്ടി കൊടുക്കാനുള്ള എമൗണ്ട് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അത് നല്ല രീതിയിൽ ഒരു മിനിമം വേജസ് അവർക്ക് കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യാനും എല്ലാ ക്ലയൻറ്റും തയ്യാറാവുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ഒന്നും വരില്ല. അവർ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യണമെങ്കിലും ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം ക്ലീനിങ്. അതില്ലെങ്കിൽ പലതരം രോഗങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. ഹൈജീനായിരിക്കണം. ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നത് നീറ്റായിരിക്കണം. എപ്പോഴും ഒരു കസ്റ്റമർ വരുമ്പോഴും നീറ്റായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ
ചെയ്യണം. പുതിയ പുതിയ ക്ലയൻസ് ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയും വേണം. കാരണം ചില ക്ലയൻസ് ഒക്കെ നമുക്ക് ഈ സർവീസിൽ നിന്ന് വിട്ടുപോയേക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ജീവനക്കാർക്ക് സ്ഥിരമായിട്ട് പണി ഉണ്ടാവണമെങ്കിൽ പുതിയ പുതിയ ക്ലയൻസുകൾ ഉണ്ടാവുകയും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻസ് അതിൽ ഏറ്റവും മേജർ ക്ലയൻറ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ മേജർ ക്ലയൻസ് പറയാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് മൈജി ഫ്യൂച്ചറിൻ്റെ ചെയ്യുന്നുണ്ട്. മേജർ ക്ലയൻസ് ആണ്. പിന്നെ TCS ഇൻഫോ പാർക്ക്, ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി പോപ്പുലർ ഉണ്ടായി, അതുപോലെ സ്കോഡ, അങ്ങനെയുള്ള ഒത്തിരി ഷോറൂംസുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഫ്ലാറ്റ്സുകളുടെ കോമൺ ഏരിയാസിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സംബന്ധമായിട്ട് ഇങ്ങനൊരു പ്രസ്ഥാനം കൊണ്ടു നടക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ്, ലൈസൻസ് എന്തൊക്കെയാണ് വേണ്ടി വരുന്നത്? ഇപ്പം നമ്മൾക്ക് ഈ ക്ലീനിങ് സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലൊരു ലേബർ സർട്ടിഫിക്കറ്റ്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ ISO എടുക്കുന്നവർക്ക് എടുക്കാം. ISO സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ISO സർട്ടിഫൈഡ് ആണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ GST, PF, ESI അങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് ആണ് ഇത് വലിയ സ്കെയിലിൽ ചെയ്യുകയാണെങ്കിൽ. ഈ സ്റ്റാറ്റ്യൂട്ടറി എല്ലാം കറക്റ്റായിട്ടും ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മളുടെ കമ്പനി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ചലഞ്ചസും സ്ട്രഗിൾസും ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ പേയ്മെൻറ്റിൻ്റെ കുറവും, ടൈമിലി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി. കോമ്പറ്റീഷൻ ഒരുപാട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ആകുമ്പോൾ നമ്മൾ ഈ റേറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഒന്നും അല്ല, പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. ഞാൻ പറഞ്ഞു 90% ക്ലയൻസ്, 10% ഉള്ളൂ ഇതെല്ലാം നോക്കുന്ന ആൾക്കാർ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് തീർച്ചയായിട്ടും വന്നേ മതിയാവും. പക്ഷെ മറ്റു പല സ്ഥാപനങ്ങളും ഏറ്റവും ഓർഡർ കിട്ടാൻ വേണ്ടി, ആ വർക്ക് കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ വർക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയും റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. അത് പക്ഷെ വേറെ തരത്തിൽ അത് ഒരു പ്രശ്നങ്ങളായിട്ട് മാറുകയും തീർച്ചയായിട്ടും ഹൈജീനിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് സർവീസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ഫ്ലാറ്റുകൾ, വീടുകൾ, ഇപ്പോൾ എല്ലാം ക്ലീനിങ് ചെയ്യാനും ജോലിയുടെ തിരക്ക് കാരണം പറ്റാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ സെർവൻ്റ് ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ക്ലീനിങ് ഒരിക്കലും ആവില്ല. ഡെയിലി ഡേ ടു ഡേ ചെയ്യാമെന്നല്ലാതെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയണമെങ്കിൽ നമ്മളൊരു ടീം പോയി ചെയ്യുന്നതാണ് നീറ്റായിട്ടും ഹൈജീനായിട്ടും ഇരിക്കുകയാണുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് കേരളത്തിലെ ആൾക്കാരില്ല. ഇപ്പോൾ നമ്മൾ പലതരം ജോലി, ഇപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിലാണെങ്കിലും ഓഫീസ് ലെവലിലാണെങ്കിലും നല്ല സാലറിയോടുകൂടി ആൾക്കാരെ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് കിട്ടാൻ ആൾക്കാരില്ല. അതുമാത്രമല്ല, നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ക്ലയൻസും കൂടെ മനസ്സ് വയ്ക്കണം. തീർച്ചയായിട്ടും അവരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു വർക്കിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചുള്ള പേയ്മെന്റ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും നമ്മൾ ഇതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? എന്താണ് അതിൻ്റെ സാധ്യതകൾ? ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതിന് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഇത്രമാത്രം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, സ്മൂത്ത് റണ്ണിങ്ങിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഫ്രീ മൈൻഡിൽ നമുക്ക് പോയിട്ട് എക്സ്പാൻഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറേ കാലമായിട്ട് അതിൻ്റെ പിന്നിൽ തന്നെയാണ്. എന്തായാലും ഉടനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ടത് ആത്മാർത്ഥതയോടെ കൂടെ നിർത്താൻ പറ്റി വിശ്വസിക്കാവുന്ന ആൾക്കാർ, 1-2 നല്ല ആളുണ്ടെങ്കിൽ മതി. പക്ഷേ അത് കിട്ടാനായിട്ടുള്ള പ്രശ്നം വളരെ ഫേസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ഇതിനു മുമ്പ് നമുക്ക് കൊറോണ പോലുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയത്? നമ്മളെ സംബന്ധിച്ച് ഇത് ക്ലീനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹൈജീൻ അല്ലെങ്കിൽ സാനിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്രയും ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നമ്മളെ ലേബിൾ വെച്ചിട്ട് പോലീസുകാർ തടുക്കുക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് അതിനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പല സ്ഥാപനങ്ങളിലും പോയിട്ട് സാനിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തിരുന്നു. നമ്മുടെ ക്ലീനിങ് സ്റ്റാഫുകൾ അവർക്കുള്ള മാസ്ക്, മറ്റുള്ള എല്ലാ എക്യുപ്മെന്റ്സും യൂസ് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഫ്ലഡ് ടൈമിലും വെള്ളം കയറി വീടുകളിലേക്ക് പ്രശ്നങ്ങളായിട്ട് അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ള് സജ്ജമായിട്ട് ആ ടൈമിൽ, കൊറോണ ടൈമിലും ഫ്ലഡിന്റെ ടൈമിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നു. അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് നമുക്ക് കൂടുതൽ സർവീസുകൾ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. പക്ഷെ നമ്മൾക്ക് പേടിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന സർവീസ് അതാണ്. അതുകൊണ്ട് എല്ലാവരും ഫീൽഡിൽ ഇറങ്ങി
സപ്പോർട്ടീവായിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്യായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ആ സമയത്ത് ഹെൽത്ത് സംബന്ധമായ ജീവനക്കാർക്ക് വേറെ ഇല്ല ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുള്ള പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പോകാം. അതെ 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 അതെ. നമ്മുടെ ഈ സർവീസിലുള്ളത് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണോ മറ്റ് സംസ്ഥാനങ്ങളിൽ? നമ്മൾ സ്ഥിരം വർക്ക് ചെയ്തിരുന്ന ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ പോലെ ഡെയിലി ഫുൾ ഡേ നിന്നിട്ടുള്ള സർവീസുകൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അതൊരു 99% ഫീമെയിൽസ് ആണ്. ഓക്കെ ഓക്കെ. അതുപോലെ ഡീപ് ക്ലീനിങ് സർവീസ് ഇപ്പം പറഞ്ഞ പോലെ മിഷനറി ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മേജർ പുറത്തുള്ള നോർത്തിലെ ബോയ്സ് ആണ് ചെയ്യുന്നത്. കാരണം ആ വർക്ക് ചെയ്യാൻ വില്ലിങ് അല്ല ഇവിടെ ആരും. റിസ്ക് എടുക്കാൻ പറ്റിയ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ കയറി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്പീരിയൻസ്. ബിൽഡിങ്ങിന്റെ മുകളിലല്ല, നമ്മൾ താഴെ ആണെങ്കിലും ഇപ്പൊ താഴെ ഫ്ലോർ ഒരു ഡീപ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന ആദ്യം ഡസ്റ്റ് ക്ലീൻ ചെയ്യും. അതുപോലെ മാറാല കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വിൻഡോസ്, ഡോർസ്, കബോർഡ്സ്, ഇലക്ട്രിക്കൽ ഫിക്ചേഴ്സ്, ഫാന്, ഇങ്ങനെ താഴോട്ട് ചെയ്തൊന്ന് വാഷ്റൂംസ്, ഫ്ലോർ മെഷീൻ വെച്ചിട്ടുള്ള സ്ക്രബിങ് ചെയ്തിട്ടുള്ള ഷാമ്പു ക്ലീനിങ് ചെയ്ത് ഇങ്ങനെ നീറ്റാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. പക്ഷേ ആ വർക്ക് ചെയ്യാനായിട്ടുള്ള ഈ ആൾക്കാരെ കിട്ടാനുള്ള പ്രോബ്ലം കേരളത്തിൽ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ വെച്ച് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൂടാതെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഇതിന്റെ കൂടെ? ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് കൂടാണ്ട് മെയിൻ്റനൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അത് ബാങ്കിങ് സെക്ടറിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ബാങ്ക്സിന് നമ്മൾ എല്ലാതരം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ബ്രാഞ്ചസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ATM ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സർവീസുകളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സർവീസുകൾക്കിടയിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെയും ചില കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കൂടെ ഒന്ന് ഈ കൂട്ടത്തിൽ പറയാമോ? അതെന്ന് വെച്ചാൽ ഇപ്പോൾ സാറിന് അറിയാം, ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ് ഉണ്ടാവും അതിൻ്റെ ഓണർക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മൾ അതിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒഴിവ് സമയങ്ങളിൽ സാറ്റർഡേയ്സ് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ, സൺഡേയ്സിൽ കുറച്ച് പാഷനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഫിലിം ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ അങ്ങനെ ചെയ്തു. ഒരു 10ഓളം ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഒരു 4-5 ഷോർട്ട് ഫിലിംസിനെല്ലാം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ അതൊന്നും മാറി ഞാൻ ഗ്രാജുവേഷൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഗ്രാജുവേഷൻ എടുത്തു, ചെയ്തു. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫിലിമിന് വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാണ്ടൊരു അംബീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തിയേറ്റേഴ്സ്, മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് പോലുള്ള തിയേറ്റേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ അതും നടക്കട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കും. ഈ മേഖലയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അങ്ങേക്ക് പുതിയതായിട്ട് വരുന്ന ഇത്തരം മേഖലകളിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്താണ്? കാരണം നമ്മൾ ഈ ബിസിനസ് പണമുണ്ടാക്കുക എന്നതിനൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാനുള്ള ചില മറ്റ് വശങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അഡ്വൈസായിട്ട് ഞാൻ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. അഡ്വൈസ് കൊടുക്കുകയെന്ന് വെച്ചാൽ വലിയ അത്രയ്ക്കും പോകുന്നില്ല. എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു സ്ഥാപനം നടത്തുകയാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ജീവനക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മളവരെ സ്നേഹിക്കുക, നമ്മളവരെ അതിനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ആ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോകാമെന്ന് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൽ ഒരിക്കലും അടിപതറാതെ പോകണമെങ്കിൽ എത്ര ആൾക്കാരുണ്ടായാലും നമ്മളിതിൽ ഇൻവോൾവായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ വരുന്ന ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള അപ്ഗ്രേഡേഷനും മാറ്റങ്ങളും മറ്റുള്ളത് നമ്മളറിഞ്ഞിരിക്കണം. നമ്മളതിനുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ തരത്തിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. ബിസിനസ് മേഖലയിൽ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ടല്ലോ, അത്തരം സ്ഥാപനങ്ങളെ സമീപിക്കാതെ തന്നെ നമുക്കത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് ചിന്തിച്ചു? ബിസിനസ് മേഖലയിൽ ട്രെയിനിങ് മാത്രമല്ല, അപ്പോൾ ബിസിനസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ബിസിനസ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ, അതായത് ബിസിനസ് എൻ്റർപ്രണേഴ്സായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും, കോണ്ടാക്ട്സ് കിട്ടും. ആ കോണ്ടാക്ട്സ് വെച്ചിട്ടുള്ള ബിസിനസ്സുകൾ കിട്ടും. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാറിന് അറിയാലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒന്നുമില്ല.
അപ്പോൾ നമ്മളുടെ പരസ്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അധികം പൈസ മുടക്കാതെ എങ്ങനെ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള രീതി. ബിസിനസ് ഗ്രൂപ്പ് കൊണ്ട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതുമാത്രം പോയിട്ടും കാര്യമില്ല. അപ്പോൾ രണ്ടിലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതന്നെ പറഞ്ഞു അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഗ്രൂപ്പും വേണം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും കാര്യങ്ങൾ നടത്താൻ പറ്റണം എന്നുള്ള സിറ്റുവേഷനിൽ പോകാൻ പറ്റും. അപ്ഡേഷൻസ് ആണ് പ്രധാനം. ഇനി ഒരു പേഴ്സണൽ കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കണം. ഈ തിരക്കുകൾക്കിടയിലും എങ്ങനെയാണ് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരാൾക്കാണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ, നമ്മുടെ കൂടെ ഉള്ളവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുള്ളൂ. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, മാറ്റിവെക്കുക, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ റൂട്ടീനായിട്ട് പറയുകയാണെങ്കിൽ മോർണിംഗ് കുറച്ച് നേരത്തെ എണീക്കുക, ഒരു 1 hour നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. മുമ്പ് ജിമ്മിൽ പോയിരുന്നു, ഇപ്പം പോകുന്നില്ല, എങ്കിലും ആ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഫ്രഷ് മൈൻഡായിട്ട് രാവിലെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് അത്യന്താപേക്ഷിതമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ അറിയാലോ, ഫുഡിൻ്റെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ, പുറത്തുനിന്ന് എന്ത് കഴിച്ചാലും ഫുഡ് പോയ്സൺസ്, ഒരുപാട് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരമാവധി ഹെൽത്ത് വെൽത്ത് എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇത്രയും റിസ്ക്കുള്ള ഇത്തരം സർവീസസ് ചെയ്യുന്ന കൂട്ടത്തിൽ വലിയൊരു ആശ്വാസമാണ് ഒരു കലാഹൃദയമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതുവരെ ചെയ്ത എല്ലാ ക്ഷീണവും അങ്ങ് മാറുന്നു. തീർച്ചയായിട്ടും ആ ഒരു റിലാക്സേഷൻ. അതായത് നമ്മൾ എത്രയും സ്ട്രെസ്സിലും എന്ത് വർക്ക് ആയിക്കോട്ടെ നമുക്കൊരു റിലാക്സേഷൻ തോന്നുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം മറക്കും ആ സമയം. പക്ഷെ അത് നോർമൽ ഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ സൺഡേസിലൊക്കെയാണ് പറ്റുള്ളൂ. മൈൻഡ് ഫ്രീ ആവണം, നമ്മുടെ ഒരു കാഴ്ച ചിന്തകളൊക്കെ മനസ്സിൽ വരികയും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഷോർട്ട് ഫിലിംസും മറ്റും വലിയ കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാൻ കഴിയട്ടെ. ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം TJS മീഡിയ ഹൗസിനോട് സമയം ചെലവഴിച്ച് അങ്ങേക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.